എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് അനു ആൻഡ് എഡ്വിൻ. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. സോ അതൊരു വ്ളോഗാക്കാമെന്ന് വിചാരിച്ചു ഞാനിന്ന്. ഞങ്ങളെല്ലാവരും ഇത് ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ. ഞാനും എഡ്വിനും ഡാനിയും അഞ്ചും ഇവിടെ വന്നിട്ടുണ്ട്. സോ എന്തേ അഞ്ചു വന്നിട്ടുണ്ട് ഇവിടെ. പിന്നെ എഡ്വിന് ലീവാണ്. ഇവിടെ നാഷണൽ ഡേ ആയതുകൊണ്ട് എഡ്വിന് ലീവാണ്. എന്തേ ഡാനി? ഡാനി എണീറ്റ് കളി തുടങ്ങി. ഞാൻ എന്ത് ചെയ്യാ? എന്ത് ചെയ്യണേ? ഡാനിയുടെ അത് ഇന്നലെ നമ്മൾ വീണ്ടും ഡോക്ടറെ അടുത്ത് പോയിരുന്നു. അത് ഹീലായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. 3 ദിവസം കഴിഞ്ഞാൽ നമുക്കത് അഴിക്കാം. അപ്പം അവന് വലിയ കുഴപ്പമൊന്നുമില്ല. അനി, നമുക്ക് ബാൽക്കണി പോയാലോ? പോവാ പോവാ പോവാ. ഇങ്ങനെയാണോടാ ഗിഫ്റ്റ് തരാണി? ഇങ്ങനെ തരാ? എന്താ നോക്ക്. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ നമ്മോട്. എഡ്വിൻ ഉണ്ടല്ലോ, ബർത്ത്ഡേയുടെ ഒരാഴ്ച മുന്നേ ഇങ്ങനെ ചോദിച്ചു തുടങ്ങും, നിനക്ക് എന്താ ഗിഫ്റ്റ് വേണ്ടേ, എന്താന്ന് വെച്ചാൽ പറ, അത് ഞാൻ വാങ്ങിത്തരാം, നിനക്ക് ആവശ്യമുള്ളതല്ലേ വാങ്ങിത്തരണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ എനിക്കത് വലിയ താല്പര്യമില്ല. എന്നാലും ലാസ്റ്റ് ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയും. അതായത് എനിക്ക് എന്താ ആവശ്യമുള്ളതെന്ന് ഞാൻ പറയും. എപ്പോഴും ഇങ്ങനെ ചോദിച്ചു പിന്നാലെ നടക്കണോണ്ടേ നമുക്കത് പറയാതിരിക്കും. അതുകൊണ്ട് തന്നെ ഗിഫ്റ്റ് എന്താന്നൊക്കെ എനിക്ക് മുന്നേ അറിയാം. അതേപോലെ തന്നെ ഏകദേശം എല്ലാ ബർത്ത്ഡേക്കും അമ്മയും അപ്പച്ചനും എനിക്ക് ഗിഫ്റ്റ് വാങ്ങി തരാറുണ്ട്. സോ അതവർ മുടക്കിയിട്ടില്ല. അഞ്ചു ഇത്തവണ നാട്ടിൽ നിന്ന് വന്നപ്പം അവരത് കൊടുത്തയച്ചായിരുന്നു. അതേപോലെ അഞ്ചും ഇത്തവണ വന്നപ്പോൾ എനിക്ക് സർപ്രൈസായിട്ട് ഒരു ഡ്രസ്സൊക്കെ വാങ്ങി കൊടുന്നു. ഇനി ജസ്റ്റ് ഒരു കേക്ക് മുറിക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോയാലോ എന്നാണ് വിചാരിക്കണേ. ഇവിടെ എന്തോ പക്ഷികളൊക്കെ ഉള്ള ഒരു കൈൻഡ് ഓഫ് ഒരു പ്ലേസ് ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോകാമെന്നാണ് ഇപ്പോൾ നമ്മൾ വിചാരിക്കണേ. നമുക്കും വലിയ കാര്യമായിട്ട് അറിയില്ല എന്താണ് അവിടുത്തെ സംഭവം എന്ന്. ജസ്റ്റ് ഗൂഗിളിൽ കണ്ടറിവ് തന്നെയുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം. ഇതാണ് ആ സ്ഥലം. വാസിറ്റ് വെറ്റ്ലാൻഡ് സെന്റർ എന്നാണ് ഈ പ്ലേസിന്റെ പേര്. ഇവിടെ നമ്മളിപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ പക്ഷികളുടെ ഫോട്ടോസും അങ്ങനെയൊക്കെ കാണാനുണ്ട്. ഇത് എഡ്വിൻ ഒന്ന് പുറത്തു പോയി വന്നപ്പോൾ സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്നതാണ്. ഇത്തവണ എനിക്ക് എഡ്വിൻ തന്നതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ്. കാരണം എന്താന്ന് വെച്ചാൽ ഇതൊരു സർപ്രൈസ് ആയിരുന്നു. എനിക്ക് സർപ്രൈസസ് ഇഷ്ടമാണ്. പിന്നെ സെക്കൻഡ് റീസൺ എന്താന്ന് വെച്ചാൽ എഡ്വിൻ്റെ കയ്യിൽ നിന്ന് ഒരു പൂവ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറി. ഇനിയിപ്പോൾ ഞങ്ങൾ കേക്ക് കട്ടിക്കും. അത്രേ ഉള്ളത്. ഇതാണ് അഞ്ചു എനിക്ക് വാങ്ങിയെന്ന് പറഞ്ഞ ഡ്രസ്സ്, ബർത്ത്ഡേ ഗിഫ്റ്റ്. ഞാൻ ഫുള്ള് കാണിച്ചു. നമ്മൾ ഇന്നലെ പോയിട്ടൊരു കേക്ക് വാങ്ങിയായിരുന്നു. സോ കേക്കൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ വന്ന് മുറിച്ചാൽ മതി. വാങ്ങിയേക്കണത് ഒരു ഹണി കേക്കാണ് കേട്ടോ. എനിക്ക് ഹണി കേക്കാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നലെ പോയിപ്പോൾ ഹണി കേക്കാണ് വാങ്ങി അവിടുന്ന്. ഇത് അഞ്ചു വന്നപ്പോൾ കൊടുന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഇത് പ്ലാസ്റ്റിക് ഒന്നുമല്ല. ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ പ്ലാസ്റ്റിക് ആണെന്ന് വിചാരിച്ചത്. പക്ഷെ ദിസ് ഒറിജിനൽ. എന്താ അതിന്റെ പേര്? കലഞ്ചോ എന്നങ്ങാണ്ടാണ് പേര്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് പിന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഞാൻ നേരത്തെ കാണിച്ചെന്ന ആ റോസ്, അത് ഞാനൊന്ന് ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള പ്രോപ്പർ ഫ്ലവർ വേസ് ഒന്നല്ല, ഒരെണ്ണം വാങ്ങണം. അപ്പം കിട്ടിയിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാ. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്തോട്ട് ഇറങ്ങാം. നമ്മളുടെ 2 ഫ്രണ്ട്സും കൂടെ വരുന്നു. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലാണ് നമ്മൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് നിന്നെ. സോ അവര് ഇവിടെ അടുത്ത് തന്നെയാണ്. നമ്മൾ രണ്ടാളും കൂടെ ഒരു പോയിന്റിൽ വെച്ച് മീറ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞേക്കണേ. സോ നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അവിടെ നിന്ന് നമ്മളൊരു ടാക്സി എടുത്തിട്ട് പോവാന്നാണ് ഇപ്പൊ വിചാരിക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞ അവരെ
രണ്ടാളേനെയും ആദ്യമായിട്ടാണ് കേട്ടോ കാണാൻ പോണേ. ശരിക്കും പറഞ്ഞാൽ എഡ്വിന്റെ ഫ്രണ്ടാണ്, പ്രവീൺ എന്നാണ് കേട്ടോ ആളുടെ പേര്. അപ്പൊ പ്രവീണിനെ എഡ്വിൻ അറിയാം, പക്ഷെ പ്രവീണിന്റെ വൈഫിനെയും അവർക്കൊരു മോളുണ്ട്. അപ്പോ മോളേനെയും വൈഫിനും എഡ്വിൻ കണ്ടിട്ടില്ല. സോ നമ്മള് ആദ്യമായിട്ടാണ് അവരെ കാണാൻ പോകുന്നത്. ഇവിടെ നമുക്ക് പിന്നെ കുറെ അധികം പൂച്ചകളെ കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പട്ടികളെല്ലാം ഉണ്ടാവുക, ഇവിടെ പൂച്ചകളാണ്. ഞാൻ ഇവിടെയും ഉദ്ദേശിച്ച UAE ആണ് കേട്ടോ. ദുബായിലും ഇങ്ങനെ തന്നെയായിരുന്നു, ഇപ്പൊ ഷാർജയിലും. നമുക്ക് എവിടെ നോക്കിയാലും പൂച്ചകളെ കാണാൻ പറ്റും. പട്ടികൾ അധികം ഇല്ല. ഇനിയിപ്പോ മുസ്ലിം കൺട്രി ആയതുകൊണ്ടാണോ എന്നറിയില്ല. പുതിയ വീടിന്റെ ഇത് നമ്മുടെ പുതിയ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ഹൈവേ ആണ്. നല്ല ഏരിയ, ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമ്മൾ പറഞ്ഞ സ്പോട്ടിലേക്ക് എത്തി. ഇവിടെ വെച്ച് മീറ്റ് ചെയ്യാന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ ആ വഴിയിൽ കണ്ട ഒരു ടോയ് ആണ് കേട്ടോ, കുട്ടികൾക്ക് ഇരുന്ന് കളിക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ നമ്മൾ 1 dirhams ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ വർക്കാവും, ആടി തുടങ്ങും. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു ടോയ് ആണ്. ഓ, ഇവിടെ ഇങ്ങനെ ഉണ്ടല്ലേ. അങ്ങനത്തെ അവരെത്തി. നമ്മൾ ഒരു ടാക്സി വിളിച്ചു. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സ്പോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് അത്ര ദൂരമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ എത്തും. സൂപ്പർ വ്യൂ, എനിക്ക് ഇഷ്ടമായി. അമ്മയ്ക്കൊരു ടാറ്റ കൊടുത്തേ, ഒരു ഫ്ലൈയിങ് കിസ് കൊടുത്തേ. അധികം സമയമൊന്നും എടുത്തില്ല, നമ്മൾ പെട്ടെന്ന് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം അത്യാവശ്യം ക്യൂ ഒക്കെ കാണാണ്ട്. പിന്നെ ഇവിടെ എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. നമ്മൾ ആദ്യം വിചാരിച്ച എൻട്രി ഫീ ഒന്നും ഉണ്ടാവില്ല എന്നാണ്, പക്ഷെ എൻട്രി ഫീ ഉണ്ട്. 15 dirhams ആണ് അവർ ഒരാൾക്ക് വാങ്ങുന്നത്. നമ്മൾ ഏകദേശം ഒരു 2:30 ആവുമ്പത്തേനൊക്കെ എത്തിയിട്ടുണ്ട് അവിടെ. നമ്മൾ ഓൺലൈൻ നോക്കിയപ്പം 5 മണിക്കാണ് ക്ലോസ് ചെയ്യാന്നാണ് കണ്ടതും. പക്ഷെ ഇവിടെ വന്നപ്പോൾ അവർ പറഞ്ഞു ഔട്ട്ഡോർ എനിക്ക് കയറാൻ പറ്റില്ല. ഈ ടിക്കറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 15 dirhams ഇൻഡോറും ഔട്ട്ഡോറും കൂടിയിട്ടുള്ളതാണ്. പക്ഷെ അവർ അവിടെ എൻട്രൻസിൽ തന്നെ നമ്മളോട് പറഞ്ഞു ഔട്ട്ഡോർ ചിലപ്പോൾ കയറാൻ പറ്റില്ല, ബഗ്ഗി ഇനി ഓടില്ല എന്ന്. അതായത് ബഗ്ഗിയിൽ ഫ്യൂവൽ തീരെ അങ്ങനെ എന്തോ ആണ് ഇഷ്യൂ. കറക്റ്റ് നമുക്ക് മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഉള്ളിൽ കയറിയിട്ടൊന്ന് അന്വേഷിച്ച് നോക്കാം. ഉള്ളിൽ കയറിയിട്ട് നമ്മൾ അവിടെ ഒരു സെക്യൂരിറ്റിക്കാരനെ കണ്ടപ്പോൾ ആളോട് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞ ഔട്ട്ഡോർ ഉണ്ടല്ലോ എന്നാണ്. സോ ഉള്ളിലെ റിസപ്ഷനിലും കൂടെ ഒന്ന് ചോദിച്ചു നോക്കാം. നമ്മൾ കയറി വന്ന ആ സൈഡിൽ തന്നെ ഒരു വഴി കണ്ടുട്ടോ നമ്മള്. അപ്പൊ നമുക്ക് തോന്നുന്നത് അതായിരിക്കും ഔട്ട്ഡോറിക്കുള്ള വഴി. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്തായാലും ഇൻഡോർ കാണാൻ പോവാണ്. ഇത് ഇൻഡോറിലേക്കുള്ള വഴിയാണ്. അവിടെ റിസപ്ഷനിൽ കയറിയിട്ട് നമ്മളെന്തായാലും ഔട്ട്ഡോറിന്റെ കാര്യങ്ങൾ നമ്മളവിടെ റിസപ്ഷനിൽ ചോദിച്ചു കേട്ടോ. ചോദിച്ചപ്പോൾ പറഞ്ഞ് കയറാൻ പറ്റും എന്നാണ്. സോ നമ്മൾ ഇൻഡോർ കണ്ടു കഴിഞ്ഞിട്ട് അവിടെ കയറാമെന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ പറ്റുമായിരിക്കും നമുക്ക് കയറാൻ. ഡാനി കിളി നോക്കി, കിളി കിളി. ഇങ്ങോട്ട് വരാൻ പറ. ഇവിടെ ഒരാളുണ്ട്. അവനൊരു പേടിയില്ലല്ലേ. പിന്നെ ഇതിന്റെ ഉള്ളിൽ നമുക്കൊരു കൂട് കാണാം കേട്ടോ. എനിക്ക് തോന്നണേ അത് പക്ഷികൾ തന്നെ ഉണ്ടാക്കിയതായിരിക്കണം. Can you guide the birds safely during their migration? നമ്മൾ ആ നടക്കുന്ന വഴിയിലൊക്കെ ഉണ്ടല്ലോ, അവരിങ്ങനെ കുഞ്ഞു കുഞ്ഞു ഗെയിംസ് പോലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എത്തിയോപ്യയിലെത്തി ഞാനത്.
സ്റ്റോക്ക്. എന്നാലും അവിടെ ഇത്രയും ജനങ്ങൾ ഇതിന് അടുത്തേക്ക് വന്നിട്ട് ഞാൻ എൻ്റെ അടുത്തേക്ക് വരുന്നു. കർല്യൂ സാൻഡ് പൈപ്പർ കാൻഡി ഫ്ലവർ ഒക്കെയാണ് ഇവിടെ ഉള്ളത്. എന്താ ആ ഡാനിയുടെ ഹലോ. ശരിക്കും ക്ലിയർ അല്ല. ഹലോ അഡ്മിൻ്റെ തല കയറില്ല. നിർത്ത് അവനെ. ശരിക്കും ഉള്ളിലേക്ക് വെക്കാൻ പറ്റില്ല. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറുള്ള ബേർഡില്ലേ, അത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അല്ലാണ്ട് കൂട്ടം കൂടെ കുറേ ബേർഡ്സ് ആയിട്ട് നിൽക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ, നല്ല ഭംഗി. പിന്നെ ഇവർക്കൊരു പ്രത്യേകതയുണ്ട്, അതെന്താണെന്ന് പറയാൻ പറ്റുമോ? ഇവരുടെ കൊക്ക് മേലോട്ടാണ് കർവ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മേലോട്ട് കർവുള്ള കിളിനെ കാണുന്നത്. പക്ഷേ ഇവരുടെ കൂട്ടത്തിൽ തന്നെ വേറൊരു ബേർഡും കൂടി ഉണ്ട്. അതിൻ്റെ താഴോട്ടും വേറെ ഒരെണ്ണമല്ല, രണ്ടെണ്ണമൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. ഒരെണ്ണത്തിൻ്റെ താഴോട്ടും ഒരെണ്ണത്തിൻ്റെ നല്ല ഷാർപ്പായിട്ട് നേരെയും ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്ന ബേർഡിൻ്റെ മേലോട്ടുമാണ് കയറുന്നത്. ഞാനൊരു കിളീനെ സൂം ചെയ്ത് കാണിച്ചു കേട്ടോ, അവരെ കൊക്ക് ശ്രദ്ധിക്കണേ. അയ്യോ കിളീന്നൊക്കെ ഞാനിപ്പോൾ ഡാനിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഏത് പക്ഷിയാണ് ഇപ്പോൾ കിളി എന്ന് പറയുന്നത്. ഇനി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ലഗൂൺ ബേർഡ്സിൻ്റെ അവിടേക്ക് പോയി. ഇത് നമ്മുടെ നാട്ടിലും കാണുന്ന ടൈപ്പ് ഓഫ് ഒരു ബേർഡാന്ന് തോന്നുന്നു. നാട്ടിലൊക്കെ കാണുന്ന ടൈപ്പ് എന്ന് പറഞ്ഞത് നാട്ടിലിങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കുന്ന ബേർഡല്ല കേട്ടോ. നാട്ടിൽ നമ്മുടെ സൂവിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള പോലെ ഈ കിളീനെ കണ്ടപ്പോൾ ഞാൻ സൂവിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നണേ. നമ്മുടെ തൃശ്ശൂരൊക്കെ സൂവില്ലേ, അവിടെയൊക്കെ ഞാൻ കണ്ടിട്ട് തോന്നുന്നുണ്ട്. ഈ ബേർഡ് ചിറക് വിരിക്കുമ്പോഴാണ് കേട്ടോ കാണാൻ ഭംഗി. പിങ്കും റോസും പിന്നെ ബ്ലാക്കും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ ഇപ്പോൾ നാഷണൽ ഡേ ആണല്ലോ, അതിൻ്റെ ഹോളിഡേയ്സ് അല്ലേ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരിവിടെ ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ ഇപ്പം നമ്മൾ ലഗൂൺ ബീഡ്സിൻ്റെ സൈഡിലൊരു ഷോപ്പുണ്ട്, അവിടെ കയറിയപ്പോൾ കണ്ടതാണ്. ഇത് ഒരു ബേർഡിൻ്റെ ഷേപ്പ് വരുന്ന കമ്മലാണ്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോന്ന് അറിയില്ല, ഞാൻ മാക്സിമം സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അത് ലൈറ്റ് അടിച്ച് റിഫ്ലക്ട് ചെയ്യുന്നതുകൊണ്ടേ ശരിക്കും മനസ്സിലാവില്ല. പിന്നെ ഇവിടെ കുറേ ഇങ്ങനത്തെ ക്യൂട്ട് സംഭവങ്ങളുണ്ട്, എനിക്കെല്ലാം ഇഷ്ടമായി. പക്ഷെ ഒന്നും വാങ്ങിയൊന്നുമില്ല. ഇത് ഞാൻ വിചാരിച്ച സ്റ്റാച്ചു ആ സ്റ്റാച്ചു അല്ലല്ലോ, ആണോ? അത് ബേർഡല്ലേ? അത് ബേർഡാണ്, കണ്ണിളകി. ഗ്രേ ഹെറും ഇതാണ് ബേർഡ്. ആ ബേർഡ് എനങ്ങണില്ല, സ്റ്റാച്ചു പോലെ നിൽക്കണേ. ശരിക്കും വിചാരിച്ചു സ്റ്റാച്ചു ആണ്. പിന്നെ കുറച്ചു നേരം നോക്കിയപ്പോൾ അത് കണ്ണ് അടച്ചപ്പോഴാണ് മനസ്സിലായ സ്റ്റാച്ചു അല്ലാന്ന്. ഓ ഇവിടെ എഗ് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ അതേ ഓരോ ബേർഡ്സിന്റെ എഗ്ഗൊക്കെ ഡിസ്പ്ലേക്ക് വെറുതെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഒറിജിനൽ തന്നെ ആയിരിക്കണം, ഒറിജിനലാണെന്നാണ് എനിക്ക് തോന്നണേ. ഇവിടെ നിന്ന് കിളിയുടെ സൗണ്ട് കേൾക്കാന്നാ പറയുന്നത്. നമുക്ക് നോക്കി വെക്കാൻ കേൾക്കണ്ടോന്ന്. ആ ഇതില് സൗണ്ട് കേൾക്കണ്ടിട്ടാ. നിങ്ങൾക്ക് കേട്ടോന്ന് അറിയില്ല, പക്ഷെ ചെറുതായിട്ടൊരു ചൂളം വിളിക്കുന്ന പോലെ സൗണ്ട് കേൾക്കാണ്ട്. ഉണ്ടേ ഇല്ലേ? ആ അതന്നെ. ഏതിന്റെ സൗണ്ടാണെന്നൊന്നും അറിയില്ല. പിന്നെ ഞാനിങ്ങനെ നടന്നു വന്നപ്പോഴേ ഒരു കേജിന്റെ ഉള്ളില് ഞാൻ കറ്റാർ വാഴ കണ്ടു. നിങ്ങൾക്ക് കാണാണ്ടാവാം.
ദാ ഈ നിൽക്കണത് കറ്റാർ വാഴയാണ്. ഇത് കേജാണോന്ന് ചോദിച്ചാൽ കേജാണ്, അല്ലേന്ന് ചോദിച്ചാൽ അല്ല. കാരണം ഇതിൻ്റെ മേലെ നെറ്റ് ഇട്ടിട്ടുണ്ട്. സോ കേജ് തന്നെ ആയിരിക്കില്ലേ. അതുകൊണ്ടാണ് ധൈര്യം അതിന്. പോയി ഒച്ചോ പോയി. ഞാൻ നേരത്തെ ഒരു ബേർഡിനെ കണ്ടിട്ട് സ്റ്റാച്ചു ആണെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞില്ലേ, ഇത് അതന്നെയാണ് തോന്നുന്നുണ്ട് കേട്ടോ. ഇതന്നെയല്ല അവിടെ കണ്ടത്. ഇത് ഈ കാണുന്നതാണ് ഔട്ട്ഡോർ ഇട്ടോ. ക്യാമറയാണ്, ക്യാമറാസ് വെച്ചേക്കുന്നതാണ്. നമുക്ക് ഔട്ട്ഡോർ പോകാൻ പറ്റിയില്ല. ഞങ്ങൾ ഈ സമയമായപ്പോൾ ഏകദേശം ഒരു 3 മണി ആയപ്പോൾ ഞങ്ങൾ ചോദിച്ചു അവരോട് കയറാൻ പറ്റുമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു പറ്റില്ല, ബഗ്ഗിൽ ഫ്യൂവൽ തീർന്നു പോയി എന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് കയറാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ നടന്നു പോയിക്കോട്ടെ ചോദിച്ചു. അപ്പം അവർ പറഞ്ഞു അതിനും പറ്റില്ല, കാരണം കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവർ നടക്കാൻ അനുവദിക്കില്ല അത്ര. സോ നമുക്ക് ഔട്ട്ഡോർ പോകാൻ പറ്റില്ല. ഗൂഗിളിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത് 5 മണി വരെ ഉണ്ടാവും, 5 മണിക്കേ ക്ലോസ് ചെയ്യുള്ളൂ എന്ന് കാണിച്ചിരുന്നത്. സോ നമ്മളതുകൊണ്ടാണ് ആ ഒരു സമയം നോക്കി വന്നത്. പക്ഷേ 3 മണി ആയപ്പോഴത്തേനും അവർ ഔട്ട്ഡോർ ക്ലോസ് ആയി. ഇപ്പം മേ ബി സീസൺ ആയതുകൊണ്ടായിരിക്കും കുറേ പേര് വരുന്നുണ്ടാവും. സോ അതുകൊണ്ടായിരിക്കും അത് പെട്ടെന്ന് ക്ലോസ് ആക്കേണ്ടി വന്നേ എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. സോ ആ വിഷമം മാറ്റാൻ ഞങ്ങളിത് ഇവിടെ കയറി. ഇതെന്ന് പറഞ്ഞ കുട്ടികൾക്ക് ഇവിടെ ഒരു വർക്ക്ഷോപ്പ് പോലെ ഉണ്ട്. അപ്പം നമ്മളിതേ അവിടെ കയറി. ഇത് പക്ഷേ ഡാനിക്കൊന്നും പറ്റിയതല്ല കേട്ടോ. ഏകദേശം ഇങ്ങനെ കളറൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു 4 വയസ്സ് 3-4 വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് പറ്റിയതായിരിക്കും തോന്നണേ. കാരണം കളർ ചെയ്യാനൊക്കെയാണ് കൊടുത്തത്. ഡാനിക്ക് ഇപ്പം എന്തായാലും അതിനുള്ള ഈജായിട്ടില്ല. എന്നാലും നമ്മൾ ഡാനീനെ അവിടെ ചുമ്മാ ഇരുത്തി പെൻസിലൊക്കെ ഒന്ന് കൊടുത്തു നോക്കി. അവൻ അതിനെ പറ്റി അങ്ങനെ ഒന്നും അറിയുന്നില്ല, ഇതുകൊണ്ട് കളർ ചെയ്യണം അങ്ങനൊന്നും അറിയത്തൊന്നുമില്ല. എന്നാലും അവിടെ കുറച്ച് നേരം അവൻ പെൻസിലൊക്കെ പിടിച്ച് കളിച്ചിരുന്നു. പിന്നെ നമ്മൾ നോക്കിയപ്പോഴാണ് ഇത് ഇവിടെ കളിക്കാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഞങ്ങൾക്ക് ബോറടിച്ചുകൊണ്ട് ഞങ്ങളത് കുറച്ച് നേരം ഇരുന്ന് കളിച്ചു. ഇത് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന ഏരിയയാണ്. പക്ഷെ ഞങ്ങൾ കളിച്ചു എന്ന് മാത്രം. പിന്നെ ഡാനീനെ എഡ്വിൻ അവനെ കൊണ്ട് പോയി. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളിത് കളിക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. മീഡിയം ഇവിടെ ദേ പിന്നെ ഇങ്ങനെ ഫേസ് പെയിന്റിങ്ങിന്റെ ഒരു ഏരിയ ഉണ്ട്. പിന്നെ ആ ബാസ്ക്കറ്റിലൊക്കെ കുറച്ച് ഗിഫ്റ്റ്സ് ആണ്. ഈ കുട്ടികൾ ഈ ടാസ്ക് അവർക്ക് ഇഷ്ടമുള്ള ടാസ്ക് ഏതാന്ന് വെച്ചാൽ അവരോട് സെലക്ട് ചെയ്യാൻ പറയും. എന്നിട്ട് ആ ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു ഗിഫ്റ്റ് പോലെ കൊടുക്കും. ഇതൊന്ന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തോ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് കണ്ടത്. അപ്പോൾ അവർക്ക് ഇതിന്ന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇതിപ്പോ നടുവിലായിട്ട് കൊണ്ടുപോട്ടോ 5 അല്ലേ? 5-നകത്ത് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആയിരിക്കും. ഫൈൻഡ് ദ ഗിഫ്റ്റ്. അങ്ങനെ കളിക്കൂ. 6 try your luck in unlocking the Mandus. 1. What is the tallest building in the UAE? ബുർജ് ഖലീഫ. നമുക്കൊരു ഗിഫ്റ്റ് കിട്ടി. ഇതാണ് നമ്മുടെ പ്രവീണിൻ്റെയും സൗമ്യയുടെയും മോള്. കുഞ്ഞു എന്നാണ് വിളിക്കുക. അപ്പോൾ കുഞ്ഞു നന്നായിട്ട് ഡ്രോയിങ് ഒക്കെ ചെയ്യും തോന്നുന്നുണ്ട്. അവൾക്ക് ഭയങ്കര ഇത് കൊടുത്തപ്പോൾ അവിടെ നിന്ന് പിന്നെ ഇണങ്ങിയിട്ടില്ല. അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് തോന്നുന്നുണ്ട്. സോ അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്
ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് അവൾക്ക് ഗിഫ്റ്റും കിട്ടി അവരുടെ കയ്യിൽ നിന്ന്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇത് ആ വർക്ക്ഷോപ്പിൻ്റെ തൊട്ടിപ്പുറത്തുണ്ടായിരുന്ന റൂമുകളാണ് കേട്ടോ. ഇതിൽ ഇവിടുത്തെ ആ ബേർഡ്സിൻ്റെ കുട്ടികൾ തന്നെയാണ് തോന്നുന്നുണ്ട്. എഗ്സ് ഒക്കെ സൈഡിലിരിക്കണ കാണാൻ നമുക്ക്. ഇതൊക്കെ മുട്ട വിരിക്കുന്ന സ്ഥലം തോന്നുന്നുണ്ട്. വേണ്ട ഇൻക്യുബേറ്റർ അല്ലേ അത് ഇത് ഇൻക്യുബേറ്റർ എഴുതി വെച്ചിട്ടുണ്ട്. ഇതേ ഇവിടെ എന്താ പുഴുക്കളേനൊക്കെ കണ്ടു. മേ ബി ബേർഡ്സിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും, ബേർഡ്സിൻ്റെ ഫുഡായിരിക്കും. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ വഴിക്ക് എല്ലാവരും പുറത്ത് ഒരു ഷെഡ് പോലെ കെട്ടിയിട്ടുണ്ട്. അവിടേക്ക് പോകുന്ന പോലെ കണ്ടു. എന്താണെന്ന് നമുക്ക് അറിയണ്ടായിരുന്നില്ല. എന്നിട്ട് അവിടെ പോയി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് എന്തോ ബേർഡ്സിനെ കാണാൻ വേണ്ടി അവിടെ ഇങ്ങനൊരു ഇതിനെന്താ പറയുക, ബൈനോക്കുലർ പോലൊക്കെ വെച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയിട്ട് പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. നമ്മളിപ്പോൾ ഈ കണ്ണുകൊണ്ട് ഈ കാണുന്നതൊക്കെ തന്നെ ഇത്തിരി സൂം ചെയ്ത് കാണാം. വേറെ ബേർഡ്സിനെ ഒന്നും ഞങ്ങൾ കണ്ടൊന്നുമില്ല. മരങ്ങൾ മാത്രമാണ് കാണുന്നത്. അവിടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഗേറ്റ് വരെ നടന്നു വരുന്ന സമയം കൊണ്ട് ഡാനി ഉറങ്ങി. ഡാനി ഇന്ന് കാലത്തൊട്ട് അങ്ങനെ ഉറങ്ങിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് അവന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. സോ അവൻ ദേ ഉറങ്ങി. ഇനിയിപ്പോൾ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഈ സ്ഥലത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഔട്ട്ഡോർ കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇപ്പം നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഇൻഡോർ കണ്ടത് വെച്ച് ഒരു വൺ ടൈം വ്യൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു പ്രാവശ്യം കാണാനുള്ളതൊക്കെ തന്നെ ഉള്ളൂ. വേറെ ഇപ്പം അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയാൻ അങ്ങനൊന്നുമില്ല. എന്നാലും ഔട്ട്ഡോർ കാണാൻ പറ്റാത്തത് നമുക്ക് ചെറിയൊരു വിഷമമായി. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും വന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ നമ്മൾ ടാക്സി ഒക്കെ എടുത്തു. ഈ വ്യൂ എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ? നല്ല ഗോൾഡൻ അവർ, നല്ല ഭംഗിയുണ്ടായിരുന്നു വീഡിയോ എടുക്കുമ്പോൾ കാണാനായിട്ട്. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ പോണത് വീട്ടിലേക്കല്ല, ഫുഡ് കഴിക്കാനാണ്. നല്ല വിശപ്പുണ്ട്, എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ വീടിനടുത്ത് തന്നെ അവിടെ നിന്ന് എവിടെന്നെങ്കിലും ഫുഡ് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പിന്നെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ അഞ്ജു ഇന്ന് പോവും, അപ്പോൾ അവൾക്ക് വേഗം പോവും. അങ്ങനെ നമ്മളിത് ടാക്സിക്ക് ഇറങ്ങി. ഇനി നമുക്ക് കുറച്ച് ഫുഡ് കഴിക്കണം. അപ്പോൾ ഫുഡ് കഴിക്കാൻ നമ്മൾ ബദാം ടീയാണ്. നമ്മൾ ഫുഡായിട്ടല്ല കഴിക്കാൻ ഉദ്ദേശിച്ചത്, ടീ പിന്നെ കുറച്ചധികം സ്നാക്സ് അങ്ങനെ വാങ്ങി കഴിച്ചു കേട്ടോ. പക്ഷെ വിശപ്പ് നല്ലോണം ഉള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോ അയച്ചില്ല. നമ്മളൊരു 5-6 വെറൈറ്റി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 6 മണി 6:30 ആയി. പ്രവീണും സൗമ്യയും അവരുടെ വീട്ടിൽ പോയി. നമ്മളിത് നമ്മുടെ ഫ്ലാറ്റിലെത്തി. ഇനിയിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇന്നത്തെ ദിവസം ഇല്ല കേട്ടോ. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.